വലി പോരട്ടെ വലിയടാ വലി വലിയാന് വലിയാന് കൊമ്പ് കുത്തി വലിയാന് വീണ്ടും പോണ് 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 പഠിക്കണോ കുടിക്കണേ ഓ മാനം കടായിരുന്നു എടാ കൊച്ചു തമ്പി, വെറുതെ വലിച്ചതിന്റെ കൈവെള്ളയിലെ തുണികളെയാന്നല്ലാതെ യാതൊരു ഫലവുമില്ല. ഇത് പാലത്തറയിലെ കൊമ്പന. ഇവനെ ഒരു ഇഞ്ച് അനക്കാൻ നീയല്ല നിന്റെ ചേട്ടൻ സാക്ഷാൽ മാടശ്ശേരി തമ്പി വന്നപ്പോൾ സാധിക്കില്ലടാ. എടോ പാലുണ്ണി, വീമ്പ് പറയാനത് കോന്തനും സാധിക്കും. അതെ, നിന്നെ നിന്റെ അവിഞ്ഞ ആനെ മാടശ്ശേരിയിലെ ചുണക്കുട്ടന്മാർ വലിച്ചു തോപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാടശ്ശേരി കൊച്ചു തമ്പി എന്നല്ലടാ. എന്നാ വലിയടാ എടാ കൊച്ചു തമ്പി, തോൽവി സമ്മതിച്ചേരെ. ഉത്സവത്തിനുള്ള കൊടിമരം പാലത്തറ കൊമ്പൻ തന്നെ കൊണ്ടുവരും. എടാ ശ്രീധരനുണ്ണി, നിന്റെ ഈ കുഴിയാനെ കൊണ്ട് ഉത്സവത്തിനുള്ള കൊടിമരം തൊടാൻ പോലും ഞങ്ങൾ സമ്മതിക്കല. കൊടിമരം കൊണ്ടുവരാൻ കൈക്കരുത്തുള്ള ആമ്പിള്ളേര് മാനശ്ശേരിയിലുണ്ടാ തെണ്ടി. അത്രയ്ക്ക് കരുത്തുണ്ടെങ്കിൽ വലിച്ചു തോപ്പിക്കടാ ചെത്തെ. വലിച്ചു തോപ്പിക്കൂടാ. വലിക്കടാ കൊച്ചു കേശവ, ആഞ്ഞു വലിക്ക്. എല്ലാവരും ഓരോ പഴം കഴിക്കൂ. പഴമെടുക്കേണ്ട പ്ലാനാണ്. പഴക്കൊല കൊണ്ടുവന്നിരിക്കുന്നു. പഴക്കൊല മാറ്റാൻ വേണ്ടി നീ തിന്നരുത്. ഞങ്ങളുടെ തടിമിടുക്കന്മാർക്ക് തിന്നാൻ കൊണ്ടുവന്ന പഴക്കൊല കണ്ടിട്ട് തുമ്പിക്കൈ നീട്ടുന്നത് അതിലും ചറ്റത്തരവാടാ തെണ്ടി. ഇനി കൊടിവരെ ഞങ്ങൾ കൊണ്ടുവരും, ഉത്സവം ഞങ്ങൾ നടത്തും, മാനശ്ശേരിക്കാരെ നടത്തും. എങ്കിൽ നടത്തി നോക്കടാ. കഴിഞ്ഞ ഉത്സവത്തിന് 3 ശവങ്ങൾ ഈ മണ്ണി വീണത് നീയും കണ്ടതല്ലേ. ഇത്തവണ ഞങ്ങൾ അത് 10 തയ്ക്കും. എങ്കിൽ ആ 10 പാലത്തറയുന്നതായിരിക്കൂടാ. എന്നാ അത് നമുക്ക് കാണാവിടാ. നിനക്ക് കാണാൻ പറ്റൂലടാ. ആ 10 നിന്റെ ശവം ഉണ്ടായിരിക്കും. എങ്കിൽ ഉത്സവം വരെ കാക്കണ്ട, ഇപ്പൊ തന്നെ നോക്കാം. നോക്കി നിൽക്കാതെ ആനയെ വരട്ടടാ. എന്താടാ? നമ്മുടെ ആന 15 പേരെ ആസ്പത്രിയിലാക്കി. അസലായി. ആ 15 പേരും നമ്മുടെ ആളുകളാ. താൻ പോയി ആ കരാട്ടക്കാരെയൊക്കെ ഒന്ന് ഉഷാറാക്ക്. ഉത്സവത്തിന് മാടശ്ശേരിക്കാരുടെ മുഴുവൻ നെഞ്ചിടിച്ച് കലക്കാനുള്ളതാ. എന്താ മുത്തശ്ശി ഇത്? മുത്തശ്ശിയും കരാട്ട പഠിക്കുക? ഇത് കരാട്ടല്ലടി, എനിക്ക് വലുവാ. എന്റെ വലുവ് കൂടി. എന്തൊരു മുടിഞ്ഞ വെച്ച അവന്മാരോട് ഒന്ന് നിർത്താൻ പറ. എടോ, ഉന്നമാണ് ഒരു പോലീസുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉന്നത്തെ കുറിച്ച് മഹാകവികൾ വരെ പാടിയിട്ടുണ്ട്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിങ്കിലാക്കളെല്ലാം. സാറേ, ഈ ഉന്നം നോക്കുമ്പോ ഒരു കണ്ണ് അടച്ചു പിടിക്കുന്ന എന്തിനാ? എടോ, 2 കണ്ണും അടച്ചു പിടിച്ചാ പിന്നെ വല്ലതും കാണാൻ പറ്റും. പിള്ളച്ചേട്ടൻ എന്തിയായി?
അങ്ങേര് വെളുപ്പാങ്കാലത്തെ പൂജാമുറി കയറി വാതിലടച്ചതാ. പിള്ളച്ചേട്ടന് ദണ്ണമില്ലാതിരിക്കോ? നാളെയല്ലേ തമ്പി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്. ഒന്നുമില്ല, തമ്പി അദ്ദേഹം രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? പിള്ളച്ചേട്ടാ, തമ്പി അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. പുതുക്കോട്ട ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടൂലോ. അറിഞ്ഞാ പാലത്തറയിൽ ഗോവിന്ദ മക്കിൽ ഫോൺ വിളിച്ച് ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി വരുന്നുണ്ടെന്ന് പാലത്തറക്കാരോട് പകരം ചോദിക്കാൻ. എങ്കിൽ ഈ തവണത്തെ ഉത്സവം അതിഗംഭീരമാകും. ഹലോ, അതെ, ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. മറ്റവനില്ലേ, അവനെ വിളിക്ക്. മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല. അതെ, കൊച്ചിൻ ബ്രദേഴ്സിലെ ഒരു ബ്രദറാ ഞാനും. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്നാ പറയാം. പറയൂ. എടോ പന്നക്കഴിവീറുടെ മോനെ, നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും ഓടിച്ച്. ഇതായിരുന്ന കാര്യം. അതെ, ഞാൻ മറ്റവനെ വിളിക്കാം. ഗിരീഷ് കൊച്ചിൻ, ഒരു ഫോണുണ്ട്. ആരടാ? നിന്റെ ഏതോ ആരാധകനാണെന്നാ തോന്നുന്നേ. ഈ ആരാധകരുടെ ഓരോ ശല്യം. എടാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത്? അതെ. എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇത്രയധികം ആരാധകര്? ഞാനും അത് ആലോചിക്കുന്നത്. ഞാൻ വേണേ കുറച്ചു പേരെ നിനക്ക് തരാം. എനിക്ക് വേണ്ട, നീ തന്നെ മൊത്തമായിട്ട് അങ്ങ് എടുത്തോ. ചെല്ലേ. എന്തേ? അവരവരുടെ സാധനങ്ങൾ അവരവരെ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബനിയനിട്ട് തെണ്ടികൾ ബിൽ ക്രീം എടുത്ത് തേക്കും. യെസ്, ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. കള്ള കഴിവേറി. ഹലോ, ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. ചേട്ടനായിരുന്നോ? ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന്. മതിയടാ പറഞ്ഞത്. അഡ്വാൻസ് എന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം. മനസ്സിലായോടാ ചെറ്റേ? ചേട്ടാ, ചേട്ടൻ നല്ല ബെസ്റ്റ് ആരാധകനല്ലേ? ആരായിരുന്നു അത്? അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ. അതെ, എന്താ അയാൾ പറഞ്ഞത്? ഒന്നി കഴിവറുടെ മോനെ അടിച്ചതിന്റെ കണ്ണിയങ്ങളെയും എന്നാ അയാൾ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ. എന്നാ വേഗം ചെല്ല്. നീയും വാ. അയ്യോ, ഞാനിപ്പോ ഒന്നും ശരിയാവില്ല. നമ്മുടെ സുമതിയില്ലേ, അവൾ എന്നെ രാവിലെ ഒക്കെ ഒന്ന് ചിരിച്ചു. കുറച്ച് കഴിഞ്ഞൊന്ന് മുട്ടി നോക്കണം, ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്. പൗഡർ ഇടാതെ മുട്ടിയാ മതി, കരിമുട്ടി. കളേഴ്സെത്തി. ഹലോ, എന്താടി? ദേ, ആ വായി നോക്കി അവിടെ നിൽപ്പുണ്ട്. കാലത്ത് കോളേജിൽ പോകുമ്പോ നിന്നിരുന്ന അതേ നിപ്പ്. ഓടപട്ടി. വണ്ടി നിന്റെ അച്ഛൻ. അയ്യേ അയ്യേ, പോവാം പോവാം. നല്ല ടയറ്, നല്ല സീറ്റ്, ബെസ്റ്റ് വണ്ടി. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്തയൊക്കെ ഞാനുണ്ടല്ലോ. അവര് പിന്നെയും ചീത്ത പറഞ്ഞ? ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ. കഥാപ്രസംഗം വേണ്ട, മിമിക്സ് പരേഡ് മതി എന്ന് അവർ തീരുമാനിച്ചു. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ? അതിനിങ്ങനെ തെറി പറയണോ? എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ. ഏത് നമ്പർ? നമ്മുടെ കഴിഞ്ഞ 10-15 പരിപാടി ഉഗ്രനായിരുന്നു, നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചി. എന്നിട്ട് ഇപ്പൊ അതൊക്കെ നുണയാണെന്ന് അവരറിഞ്ഞല്ലേ? അത് മാത്രമല്ല, പിന്നെ കഴിഞ്ഞ നമ്മുടെ 1-2 പരിപാടിക്ക് ചീമൊട്ടയേറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അവിടെ ചെന്ന് പറഞ്ഞതാ. ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞെന്ന് പറഞ്ഞത്? ഒരു പരിപാടിക്ക് നമുക്ക് ചീഞ്ഞ തക്കാളി അറിയില്ലേ കിട്ടിയത്? അപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് നമ്മുടെ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയതും ഒക്കെ അവരറിഞ്ഞ? എല്ലാം അറിഞ്ഞടാ. അതെ, അപ്പൊ നമുക്ക് തല്ല് കിട്ടായിരുന്ന മഹാഭാഗ്യം. അത്ര വലിയ മഹാഭാഗ്യമൊന്നും നമുക്കില്ല മോനെ. അതൊന്നും അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അടി ഉറപ്പാ. ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി. കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. ഒന്നും ഉണ്ടാക്കിയില്ലേ? എടാ വൃത്തിയിട്ടവനെ, പച്ച മഞ്ഞ കളർഫുൾ കഞ്ഞി ഉണ്ടാക്കില്ലടാ. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ചിന് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല.
എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. മരച്ചിനി? ഏയ്, ഓ കപ്പലണ്ടി. അയ്യയ്യേ, നല്ല 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 വിശപ്പുണ്ട്. കുറച്ച് വേണോ? അത് ആവശ്യത്തിലധികം എന്റെ തന്നെ ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ഈ ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്തപ്പോ എടുക്കാമല്ലോ. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടൂല. എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപയില്ല, അതിങ്ങ് എടുക്കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലെവലിൽ വാങ്ങിച്ച് തേച്ച്. എന്തേ ഫെയർ ആൻഡ് ലവ്ലി, നീയൊക്കെ വിളിക്കണമെങ്കിൽ വല്ല കുമ്മായ ചൂളേക്കറി കിടക്കടാ. അതും ഞാൻ പരീക്ഷിച്ചു നോക്കി. വിശന്നിട്ട് കുടൽ കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണവാ. ദേ വിശന്നിരിക്കുമ്പോ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ, ശരിക്കും ദോശയുടെ മണോ ഇത്? ദോശ ദോശ ചൂട് ദോശ. തരാവടി, ആക്രാന്തം കാണിക്കാതെ. അതെ, പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. തട്ടുദോശയാ. അതാ ഇത്രയും നല്ല സ്മെല്ല്. ആ പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ, തിന്നു കൊഴുക്കട്ടെ. പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന തന്നെ ആയിരങ്ങളാ. അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ശോ, കഷ്ടം. ചേട്ടാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. അയ്യേ, വൃത്തികെട്ടവൻ തെണ്ടി. പോവാം. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. വന്നിപ്പോ ബൈനാക്കുലർ വെച്ചാ നോട്ടം. മുറിയിൽ ഒരൊറ്റ ജനലും തുറക്കാൻ പറ്റില്ലെന്നായി. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥോട് പറയാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. ഏയ്, അതൊന്നും വേണ്ട. 2 പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിള്ളേർ ഇവിടെ